എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വാട്സപ്പിൽ ഒരു കിഡിലൻ ട്രിക്ക്, അതുപോലെ തന്നെ ടെലിഗ്രാമിലെ കുറച്ച് ട്രിക്ക്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ട്രിക്ക്, അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ന്യൂ ഇയറിന് ഒരു അടിപൊളി ഗീവ് അവേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ടുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. വാട്സപ്പിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരിയോ കാമുകിയോ ആരെങ്കിലും വേറൊരാൾക്ക് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, നമുക്ക് അവളെ ഇഷ്ടമാണ്, അവൾ നമ്മുടെ തന്നെ ക്ലാസ്സിലായാലും പയ്യനുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ചില ത്വര അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ചിലർക്കെങ്കിലും കാണും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ കുറേ ആൾക്കാർ വേണ്ടി ഇപ്പോൾ എന്നെ തെറി വിളിക്കാൻ പറയും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ട്രൈ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ട്രിക്ക് ഉള്ളതുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു മാത്രം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടുന്ന് വന്ന് ബെല്ലൈക്കൻ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്ന ടെലിഗ്രാമിലെ കുറച്ച് പുതിയ അപ്ഡേറ്റുകളും കുറച്ച് ട്രിക്കുകളുമാണ്. അതായത് നമ്മൾ ടെലിഗ്രാമിൽ പുതിയതായിട്ട് കുറച്ച് അപ്ഡേറ്റുകൾ ഇന്നലെ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കിട്ടിക്കാണും, കുറച്ച് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മുതൽ ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിന് നമുക്ക് റിയാക്ഷൻ നൽകാവുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് ഇഷ്ടമുള്ള റിയാക്ഷൻ കാര്യങ്ങൾ നൽകാൻ പറ്റും. ഒരു ലവ് വേണമെങ്കിൽ ലവ് നൽകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിയാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. നമ്മളൊരു മെസ്സേജ് ഒരാൾക്ക് അയക്കുകയാണ്. അപ്പം ഒരു ലോങ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് ഭാഗത്ത് സെലക്ട് ചെയ്ത് സ്പോയിലറായിട്ട് അയക്കാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്ന ആൾക്ക് മാത്രം ആ മെസ്സേജ് കാണാവുന്ന രീതിയിലാണ് പോകുന്നത്. അതും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചറായിട്ട് തോന്നി. അപ്പം സ്പോയിലർ എന്ന് പറയുന്ന ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തീർച്ചയായും ടെലിഗ്രാമിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ ടെലിഗ്രാമിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളി എന്ന് വെച്ചാൽ പൊളി ഫീച്ചറാണ്. അതായത് നമുക്ക് ടെലിഗ്രാമിൽ വരുന്ന ഒരു മെസ്സേജ് കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല. ടെലിഗ്രാമിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു മെസ്സേജ് വരുവാണെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ വരുന്ന മെസ്സേജിന് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനുള്ള ഒരു ഫീച്ചറാണ് ടെലിഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ QR കോഡിന് തീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറും ടെലിഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തോന്നി. അതുപോലെ തന്നെ അവർ ഇമോജീസ് കാര്യങ്ങൾ ഒരുപാട് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ iOS ടോട്ടലി ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതാണ് ടെലിഗ്രാമിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് എങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് കാണണ്ടേ. അപ്പം ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് പോകാം. നിങ്ങളൊരു വയർലെസ് ഹെഡ്സെറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ബോട്ടിൻ്റെ റോക്കേഴ്സ് 330 Pro എന്ന് പറയുന്ന ഐറ്റം. ഏകദേശം 3000 രൂപയാണ് വില വരുന്നത്. പക്ഷേ നമ്മൾ താഴെ തന്നെ ലിങ്കിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് 1300 ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ബോട്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ലുക്കിലാണെങ്കിലും വർക്കിലാണെങ്കിലും എല്ലാത്തിലും പൊളിയാണ്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും IPS5 വാട്ടർ റെസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 10mm ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 20 മണിക്കൂർ നമുക്ക് പ്ലേ ബാക്ക് കാര്യങ്ങൾ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെഡ്സെറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ആണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു വയർലെസ് ഹെഡ്സെറ്റ് തന്നെയാണ്. വിലയും തുച്ഛമാണ്, അതുപോലെ ഗുണവും മെച്ചമാണ്. ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഗിവ് അവേ ആയിട്ട് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് അടിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരോടും കാണാനായിട്ട് പറയാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്ന ഒന്ന് സെൻഡ് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കണം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കാര്യങ്ങളെല്ലാം താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഭാഗ്യശാലിക്ക് ഫ്രീ ആയിട്ട് ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യേണ്ട. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ലിങ്ക് എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് മസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ക്യാപ്ഷൻ എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ എടുത്തിട്ടാലും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഭാഗ്യശാലിയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ ഓരോ കാര്യങ്ങളിൽ നിങ്ങളുടെ മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ലീക്കായി എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ, നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ മെയിൽ ID ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞു. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് എൻ്റെ ആണെങ്കിൽ ഞാൻ അർലിൻ എന്ന് പേരെടുത്തേക്കും ഹായ് അർലിൻ എന്ന് പറഞ്ഞ ഒരു മെസ്സേജായിട്ട് എനിക്ക് ഓഫറുണ്ട്, ലോൺ ആയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ നിങ്ങളുടെ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ
നിങ്ങളുടെ ഫോണിലോട്ടൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഏത് വെബ്സൈറ്റിൽ നിന്നാണ് ഇങ്ങനെ ലീക്ക് ആവുന്നത്, പിന്നീട് നമുക്ക് ആ വെബ്സൈറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ലീക്ക് ആവുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഫ്ലിപ്കാർട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആമസോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആമസോണിൽ കയറിയപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ ആമസോണിൽ നിന്നാണ് നമ്മുടെ ഡേറ്റ കാര്യങ്ങൾ ലീക്ക് ആവുന്നതെന്ന് കണ്ടുപിടിക്കാൻ വളരെ ചെറിയൊരു ട്രിക്കുണ്ട്. ഇപ്പോൾ ആമസോണിൽ നിന്ന് ലീക്ക് ആവും എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഞാൻ എക്സാമ്പിൾ എടുത്താണ്. നിങ്ങൾ വേറൊരു വെബ്സൈറ്റിൽ കയറുവാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ പേര് കൊടുക്കുമ്പം അർലിൻ ജോസഫ്, അതിൻ്റെ കൂടെ ആമസോണും ചേർത്ത് കൊടുക്കുക. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഈ ഒരു ഡേറ്റ കാര്യങ്ങൾ അവിടെ നിന്ന് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫറുണ്ട്, ലോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് വരുമ്പോൾ നമ്മുടെ പേര് വരുന്ന ഇങ്ങനെയായിരിക്കും, അർലിൻ ജോസഫ് ആമസോൺ, അല്ലെങ്കിൽ അർലിൻ ജോസഫ് ഫ്ലിപ്കാർട്ട് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് പലപ്പോഴും കമ്പനികളിൽ അല്ലെങ്കിൽ ഈ കമ്പനികൾ മെസ്സേജ് അയക്കുമ്പോൾ ലീക്കായി കിട്ടുന്ന സാധനങ്ങളിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നമുക്ക് അയക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടൊന്നും നിങ്ങളുടെ ഡേറ്റ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്നല്ല പറഞ്ഞ്, വേറെ ഏതെങ്കിലും സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ലീക്ക് ആകുമെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ലീക്ക് ആയാലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നീട് ആ ഒരു സൈറ്റ് മാക്സിമം ഉപയോഗിക്കുന്നത് കുറയ്ക്കാനും സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാനും ശ്രമിക്കുക. അടുത്തൊരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്സാപ്പിൽ മറ്റൊരാൾ ഓൺലൈനിൽ വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും. ചാറ്റ് വാച്ച് എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് ആപ്പ് വേണമെങ്കിൽ ആപ്പ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വെബ്സൈറ്റും അവൈലബിൾ ആണ്. ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലോട്ട് വരാൻ സാധിക്കുന്നതാണ്. വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഇതിനകത്തൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ചാറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ചാറ്റ് പ്രൊബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഇൻസൈറ്റ് ഉണ്ട്, മാനേജ് നമ്പർ ഉണ്ട്, മാനേജ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ലോഗൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന നമ്പറുകൾ ഏതൊക്കെ ടൈമിൽ ഓൺലൈൻ വന്നാലും നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇതിൽ സൈൻ ചെയ്തിട്ടാൽ മതി. അവരെപ്പോൾ ഓൺലൈനിൽ വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഏത് രാത്രിയാണെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അവർ ഓൺലൈനിൽ വന്ന സമയം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. രണ്ടാമതാണ് നമ്മുടെ മെയിൻ ഫീച്ചർ. അതായത് നമുക്ക് 2 കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, അവൾ എൻ്റെ ഒരു കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യേണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം അവിടെ 2 പേരെ നമ്പർ ഇവിടെ കൊടുക്കാൻ ശേഷം 2 നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 24 ഹവറിൽ അവർ എപ്പോഴൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ടൈം അടക്കം നമുക്ക് കാണിച്ചു നൽകുന്നതാണ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾ വേറെ വള്ളിക്കെട്ടൊന്നും ഉപയോഗിക്കരുത്. ഞാനിങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് അറിയണമെങ്കിൽ പെയ്ഡായിട്ട് എടുക്കണം. പെയ്ഡായിട്ടൊന്നും എടുക്കുന്ന ഫ്രീയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സൈറ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മറ്റാരെങ്കിലും എപ്പോഴൊക്കെ ഒരുമിച്ച് ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കരുത്. അതുപോലെ തന്നെ ബോട്ടിനെ അടിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാനും മറക്കരുത്. ഇനിവേ എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ബൈ ഗൈസ്.